ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ ഗാർലിക് ചിക്കനാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഇത് ഉണ്ടാക്കാൻ നമുക്ക് വീഡിയോ കാണാവുന്നതാണ്. ഞാൻ ഇതിന് വേണ്ടി 1 കിലോ ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വിത്ത് ബോണായിട്ടുള്ളതാണ് എടുത്തേക്കുന്നത്. നോർമലി ഇത് ചിക്കൻ ബ്രസ്റ്റാണ് ഉപയോഗിക്കുന്നത്, ബോൺലെസ്. അപ്പോൾ ഞാൻ അതിന് പകരം ബോണിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഇനി ആ ചിക്കൻ്റെ അകത്തേക്ക് 1/2 ടീസ്പൂൺ സാൾട്ട്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മാരിനേഷൻ ചെയ്യണം. നമ്മളിപ്പോൾ ഈ ഇതിലേക്ക് മാരിനേഷനായിട്ട് ഈ 2 ഐറ്റം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതുപോലെ നന്നായിട്ടും തിരുമ്മി എല്ലായിടത്തും ആവുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് മാരിനേഷൻ ചെയ്തെടുക്കണം. ഈ മാരിനേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു അരമണിക്കൂറോളം മാറ്റി വയ്ക്കണം. ഒരു മിനിമം 15 മിനിറ്റെങ്കിലും നമ്മൾ മാറ്റി വയ്ക്കണം. ഏകദേശം അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു പാനിലോട്ട് ചിക്കൻ വറക്കാൻ വേണ്ടി ഒരു 1/4 കപ്പ് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ എണ്ണ ചൂടാണ് സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ ചിക്കൻ്റെ അകത്തേക്ക് ഒരു 1/4 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. കണ്ടമാനം കുഴഞ്ഞു പോകരുത്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ പരുവത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഈ ചിക്കന് ആ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒത്തിരി എണ്ണ ഫുള്ള് ചിക്കൻ ഡീപ് ഫ്രൈ അല്ല, എണ്ണ ഷാലോ ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കിത് ചിക്കൻ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്കൊരു ഗാർലിക്ക് നമുക്ക് ചോപ്പിയെടുക്കാം. നമുക്കൊരു 1/4 കപ്പോളം ചോപ്പിഡ് ഗാർലിക്ക് കിട്ടണം. ആ രീതിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ ഈ രീതിയിൽ നിന്ന് ഫൈൻ ചോപ്പായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ക്രഷ് ചെയ്തെടുക്കരുത്, ഇതുപോലെ ഫൈൻ ചോപ്പാക്കി തന്നെ എടുക്കണം. ആ സമയത്ത് നമുക്ക് ചിക്കൻ ഇടുന്ന ഇടയ്ക്കിട്ട് മറിച്ച് കൊടുക്കുകയും ചെയ്യണം. ഇപ്പോൾ ഇതുപോലെ മറിച്ച് കൊടുക്കും. ഞാനിപ്പോൾ ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഞാനത് തിരിച്ചൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഫ്രൈ ആക്കി കിട്ടണം. നിങ്ങൾക്കിത് കാണാവുന്നതാണ്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ചിക്കൻ കിട്ടേണ്ടത്. ഇപ്പോൾ ഇതുപോലെ ഫ്രൈ ആക്കി കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നമുക്ക് ഫുള്ളും വറുത്ത് പോയി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് കാണാവുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്ക് ചിക്കൻ ഇവിടെ കിട്ടിയേക്കണത്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്ക് പാനിലോട്ട് ഒരു 1/4 കപ്പ് ബട്ടർ ഇട്ട് കൊടുക്കാം. ആ ബട്ടർ ഒന്ന് മെൽറ്റായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ബട്ടർ മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ചോപ്പ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഗാർലിക്ക് ചേർത്ത് കൊടുക്കാം. ആ ഗാർലിക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് 1 മിനിറ്റോളം ഒന്ന് സോട്ട് ചെയ്യണം. ഇത് മീഡിയം തീയിൽ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് മങ്ങിപ്പോകും. നമുക്ക് ഈ ഒരു പരുവായി കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അത് വീണ്ടും നമുക്ക് സോട്ട് ചെയ്യണം. മൈദയുടെ പച്ചപ്പം ഒന്ന് മാറി വരുന്നത് 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യണം. ഇത് മീഡിയം തീയിൽ വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒരു 3-4 മിനിറ്റ് സോട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് സോട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ അകത്തേക്കൊരു 1.5 കപ്പ് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കണം. ചിക്കൻ സ്റ്റോക്ക് ഇടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോർമലി വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഈ വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമുക്ക് ഇതുപോലെ കട്ടയില്ലാതെ നന്നായിട്ട് ഈ രീതിയിൽ നമുക്ക് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ ടോട്ടൽ ഞാനിപ്പോൾ 1.5 കപ്പ് ഇവിടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഒറിഗാനോ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ സാൾട്ട്, 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് ഇത്ര ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് നമ്മൾ ആ മൈദ ചേർത്ത് വെക്കുന്നത് ഇതുപോലെ നമുക്ക് നല്ല തിക്കായിട്ട് കിട്ടുന്നത്. അപ്പോൾ അത് മിക്സ് ആയി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് വറുത്ത് വെച്ചാൽ ചിക്കൻ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ടിത് കോട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ 3-4 മിനിറ്റ് നമുക്ക് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് നന്നായിട്ടത് കോട്ട് ചെയ്ത് അതിലേക്ക് ചിക്കനിലേക്ക് എല്ലാം പിടിച്ച് സെറ്റായിട്ട് വരുള്ളൂ. പിന്നെ നമ്മളിത് മൈദയൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നമുക്കിത് ചൂടോടെ കഴിക്കാനാണ് നല്ല രുചിയുള്ളൂ. തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ രുചിയൊക്കെ മാറ്റം വരും. ഇതിപ്പോൾ ഒരു ഏകദേശം 3 പോർഷൻ അളവിലാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഇപ്പോൾ വേണമെങ്കിൽ പക്ഷേ കുറച്ച് പാഴ്സൽ ഫ്ലെക്സ് കൂടെ ചേർക്കാവുന്നതാണ്. നിങ്ങൾക്ക് കാണാവുന്നത് ഈ രീതിയിൽ നമുക്കത് കോട്ട് ചെയ്ത് കിട്ടണം. ഇനി നമുക്കിത് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബട്ടർ ഗാർലിക് ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.